നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലത്തെ വീടിൻ്റെ ചെറുതായിട്ടുള്ളൊരു അവസ്ഥയാണിത്. അവിടെ കളിപ്പാട്ടവും സാധനങ്ങളും തുണിയും എല്ലാം പെറുക്കി താഴെ ഇട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് വെക്കണം. രാവിലെ എല്ലാം ഒന്നെടുത്ത് പെറുക്കി അവൾ താഴെ ഇട്ടതാണ്. കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടു. ഉച്ച സമയമായി. അവൾക്ക് കുറച്ച് ചോറെടുത്ത് കൊടുത്ത് കഴിക്കാൻ. തന്നെ കഴിക്കത്തില്ല കേട്ടോ, വാരി കൊടുക്കണം. മുരിങ്ങക്കോലൊക്കെ വെച്ച് ഇഷ്ടമാണ്, കഷിയും മുരിങ്ങക്കോൽ. അപ്പോൾ മുരിങ്ങക്കോലുണ്ടെങ്കിൽ കുറച്ച് ചോറ് തിന്നും. എന്നാലും ഒത്തിരി സമയം എടുക്കും കേട്ടോ കുറച്ച് ചോറൊക്കെ കഴിയാൻ. അമ്മമാർക്കറിയാമല്ലോ, അതങ്ങനെയാണല്ലോ കുഞ്ഞു പിള്ളേർ. ഞാൻ പിന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചോറുണ്ട്. അത് കഴിഞ്ഞ് രാത്രി സമയമായി കേട്ടോ. വൈകുന്നേരം നമുക്ക് 2 ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവരോട്ട് വർത്തമാനം പറഞ്ഞിരുന്നു. എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ എഴുതുവാണ് കേട്ടോ. ഞാൻ ആദ്യം കറണ്ട് അഫയേഴ്സ് പഠിക്കുമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ ടെലഗ്രാമിൽ PKയുടെ ക്ലാസ് എടുത്തു. PKയുടെ ക്ലാസ്സിനകത്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആവും കേട്ടോ. PKയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ പെയ്ഡാണ് കേട്ടോ. പെയ്ഡ് ബാച്ചിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് എന്നിട്ട് സാറ്റർഡേ നമുക്ക് എക്സാമുണ്ട്. ഞാൻ അവരുടെ ഇതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതാണ് എടുത്തിരിക്കുന്ന കോഴ്സ്. ഒരു 4:30 വരെ പഠിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. രാവിലെ നടക്കാൻ സാധ്യതയില്ല, നല്ല ശുഭാപ്തി വിശ്വാസമാണ്. ഞാൻ വീണ്ടും എന്തൊക്കെ ചെയ്യണം നെക്സ്റ്റ് ഡേ എന്നുള്ളത് എഴുതിയത് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ M. മുകുന്ദൻ നമ്മുടെ മയിലപ്പുഴയുടെ തീരങ്ങൾ എഴുതിയിട്ട് 50 വർഷമാണ് ഞാൻ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചു കേട്ടോ. അടിപൊളി ബുക്കാണ്, നിങ്ങളെല്ലാവരും വായിക്കണം. ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ആ ലാസ്റ്റ് ഭാഗം, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ കോട്ടാണത്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് ഞാൻ പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പഠിച്ചു. അത്രയും പഠിച്ചപ്പോഴത്തേക്കും 12 മണിയാണ് കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞു പഠിക്കാൻ ഇരുന്നിട്ട്. ഞാൻ പിന്നെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിത്തം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. എനിക്കൊരു മന്ത്ലി കറണ്ട് അഫെയർ ഏതെങ്കിലും ഒരു മന്ത്ലേ നോക്കണം. ഏതെങ്കിലും ഒരു മന്ത്ലേ നല്ല കറക്റ്റ് ഓർഡറിൽ ബാക്കിലേക്ക്. ഇപ്പം ഒരു നവംബർ ആ ഒരു സമയം തൊട്ട് നോക്കണം. നവംബർ ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ തൊട്ട് നോക്കണമെന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല, സമയം സെറ്റാകുന്നില്ല. സോ അത് ഞാൻ കെമിസ്ട്രിയിലേക്ക് കടന്നു. കെമിസ്ട്രിയാണ് ഇപ്പം 2-3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിലിമിനറി സെക്രട്ടേറിയറ്റ് ആയ പ്രിലിമിനറിയും പഠിക്കുന്നുണ്ട്. അതുപോലെ PKയുടെ സെക്രട്ടറിയസിൻ്റെ ക്ലാസ് രണ്ടും കൂടെ ഭയങ്കര പാടാണ് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട്. ഞാൻ കഷ്ടപ്പെടുവാണ് ശരിക്കും, പറ്റുന്നില്ല. പറ്റും, ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. എന്നാലും ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ കുറേ മടിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കീപ്പപ്പ് ചെയ്ത് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. PKയുടെ ക്ലാസ് എന്തായാലും 3 ആഴ്ച ഞാൻ ബാക്ക്ലോഗായിട്ടാണ് ഓടുന്നത്. ഈ ആഴ്ച കുറേ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് സൺഡേയിൽ എക്സാം എന്തായാലും എഴുതണമെന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ ഈ ആദ്യത്തെ കുറച്ച് പേരുടെ റാങ്ക് ലിസ്റ്റൊക്കെ ഇടും കേട്ടോ. അപ്പോൾ എങ്ങനെയല്ല അതിനകത്തൊരു പേര് വരണമെന്ന് ഭയങ്കര ആഗ്രഹം. ആ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച എങ്ങനെയല്ല എക്സാം ഒന്ന് എഴുതണം. എക്സാം എഴുതിയാൽ ഓഫ് കോഴ്സ് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിലേക്ക് തിരിച്ചു വരാം. കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ആറ്റം പഠിച്ചു. നമുക്ക് ആറ്റം പിന്നെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന 3 ടോപ്പിക്കുണ്ട്. ആറ്റമുണ്ട്, ഹൈഡ്രജൻ ഓക്സിജനും ഉണ്ട്, പിന്നെ നിത്യജീവിതത്തിലുള്ള കെമിസ്ട്രി, അങ്ങനൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ 3 ഭാഗം വേഗം ആറ്റം ഞാൻ പഠിച്ചു. ഹൈഡ്രജൻ ഓക്സിജൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പഠിക്കണം. നിത്യജീവിതം ഇച്ചിരി പാടാണ്, ഫാക്സാണ്. എനിക്ക് ഫാക്സ് റിമെമ്പർ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. എന്നാലും ഞാൻ അതും കൂടെ നോക്കണമെന്ന് വിചാരിക്കുന്നത്. ഇന്നും കൊണ്ട് തീരില്ല, നാളെയും കൂടെ ആയിട്ട് അത് നോക്കണം. പിന്നെ നമുക്ക് ഇച്ചിരി പാടുള്ള ധാതുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അത് 2 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. മാക്സിമം തീർക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഗൈസ് മഴ ഉണ്ട് കേട്ടോ, അതാണ് എന്തോ ഒരു ഒച്ചയൊക്കെ കേട്ടത്. രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പോൾ ഞാൻ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് പിന്നെന്താ മാത്സ് പഠിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ PKയുടെ എക്കണോമിക്സ് ക്ലാസ് എഴുതണം, അതെല്ലാം എഴുതാനുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ഗിൽറ്റടിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പണ്ട് കളഞ്ഞ സമയങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഭയങ്കര ഗിൽറ്റാണ്. കോളേജ് സ്റ്റുഡൻസ്, കല്യാണം കഴിയാത്ത പ്രാരാബ്ദങ്ങളില്ലാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും പറയുന്നതാണ്, ഇപ്പം അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. എന്നോട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ ആ സമയത്ത് കേട്ടില്ല. ഇപ്പോൾ സമയത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ കുറേ മടിയും കാര്യങ്ങളും ഉണ്ട്. എല്ലാം കൂടെ ആയിട്ട് LDCയുടെ സമയത്ത് ഞാൻ ശരിക്കും ഒരു ട്രാക്കിൽ വന്നതാണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എല്ലാം താറുമാറായി. എൻ്റെ ടെക്സ്റ്റിൻ്റെ പരുവം കൊണ്ട് അവളുടെ അടുത്ത് കയറിയതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. ഞാൻ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് മേടിച്ചായിരുന്നു. അത് അവളുടെ ഫ്രണ്ട്, അത് മാത്രമല്ല അതിൻ്റെ എല്ലാം 4 ടെക്സ്റ്റ് എന്തോ ഉണ്ട്. അതിനകത്തെ മിക്കതിൻ്റെയും ഫ്രണ്ട് ഇല്ല. അവളത് എടുത്ത് പഠിക്കുന്നതാണ് കേട്ടോ. ചുമ്മാ എടുത്ത് ഇങ്ങനെ കളിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തുള്ളത് നോക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സോനാ പാപ്പടിയും ചോക്ലേറ്റും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചെടുത്ത് കഴിച്ചു. ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ.